ഹലോ ഫ്രണ്ട്സ്, തലേന്ന് തന്നെ പ്ലാൻ ചെയ്ത് വെക്കും. ഇന്ന് രാവിലെ എണ്ണിക്കണം, രാവിലെ എണ്ണിച്ചിട്ട് ഇറച്ചിയൊക്കെ പോയി നേരത്തെ പോയി മേടിക്കണം. പക്ഷേ എന്തോ എന്നാണ് കുറേ വട്ടം ഞോണ്ടിയിട്ടാണ് കൈയിട്ടാണ് ഇറങ്ങിപ്പോയായിരുന്നു. പിന്നെ ഇവരെടുത്ത് ഞാൻ തലേന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ എണ്ണിക്കും, രാവിലെ പോയിട്ട് വരാമെന്ന്. പക്ഷെ നടന്നില്ല. ഇവരപ്പുറം ഇപ്പുറം കിടന്ന് വിളിച്ച് ഞാൻ ഉറക്കക്കൊലത്തി എണ്ണിച്ചാണ് പോയി പാലത്തിനോട് നിന്ന് കുറേ നേരം സംസാരിച്ച് വീഡിയോ ഒക്കെ എടുത്ത് നല്ല രസമായിരുന്നു, നല്ല വൈബൊക്കെ ആയിരുന്നു. കുറേ നേരം പിന്നെ ആ സമയമൊക്കെ പോയിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ കൈയോടെ ചീനിയൊക്കെ അരിഞ്ഞ് തലേന്ന് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെക്കുന്നതുകൊണ്ട് പിന്നെ ആ പണിയൊക്കെ എളുപ്പമായിരുന്നു. ഇറച്ചിയൊക്കെ അടുപ്പിലാക്കിയിട്ട് പിന്നെ ചീനിയൊക്കെ ഇരുന്നപ്പോഴത്തേനും ഒരു മാമി വന്നു. മാമിയുടെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് ലെക്ചറൊക്കെ അടിച്ചിരുന്നിട്ട് പിന്നെ എനിക്ക് വിശന്നപ്പോൾ അപ്പവും ചായയൊക്കെ കഴിക്കാം. പിന്നെ ഇറച്ചിക്കറി ഉണ്ടെങ്കിൽ ഞാൻ അപ്പം എനിക്ക് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ആക്കി എടുക്കുന്നത്. മക്കളിന്നില്ല, ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടിൽ പോയിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അണ്ണനും വന്നു. പിന്നെ അണ്ണൻ്റെ ഇന്ന് ഇച്ചിരി ചീനിയും കൂടി കഴിച്ചായിരുന്നു. എനിക്ക് വിശപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ അണ്ണനൊരു കമ്പനിക്ക് വേണ്ടിയിരുന്നു. ഒരു പാത്രത്തിൽ കഴിച്ചാൽ ഒരു ഉപയോഗമുണ്ട്, പാത്രം ഒരെണ്ണം കഴിയാൻ മതിയായിരുന്നു. പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും മക്കൾ വന്നു. പിന്നെ അവർക്ക് തൊപ്പി ഉണ്ടാക്കണം. തൊപ്പി എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കി വെച്ചായിരുന്നു. അവിടെ മേടിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോയായിരുന്നു. നല്ല രസമായിരുന്നു. അവൾ നല്ല നീറ്റായിട്ടാണ് അവളുടെ വീടൊക്കെ കൈകാര്യം ചെയ്തേക്കുന്നത്. പിന്നെ മേളിലൊക്കെ കയറി നല്ല വൈബും കുറേ ഫോട്ടോസും കുറേ നേരം സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ മക്കളെ കൊണ്ട് വീട്ടിലോട്ട് വന്നു. സന്ധ്യയായിരുന്നു. പിന്നെ രാത്രി കിടക്കാറായപ്പോൾ ഒരു കോൾ വരുന്നു, വെളിയിലോട്ട് വാ. സിനിമയുടെ മോനെ അവൻ്റെ കൂട്ടുകാരനായിട്ട് കല്യാണമൊക്കെ വിളിക്കാൻ വേണ്ടി വന്നായിരുന്നു. പിന്നെ അവനും കുറേ നേരമൊക്കെ ഇരുന്നിട്ട് രാത്രിയായപ്പോൾ അവൻ പിന്നെ പോകാനായിട്ട് ഇറങ്ങി. പിന്നെ പൂച്ചിങ്ങിൻ്റെ അറ്റയെ കൊടുത്തിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി.